ഹലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഹെയർ ഗ്രോ ചെയ്യാം. ഇത് ഹെയർ വൈനും സെയിം മെത്തേഡാണ് നമുക്ക് ചെയ്യുന്നത്. ഒരേ രീതി പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോറമിൻ്റെ വയറെടുത്തു. വയറെടുക്കുമ്പോൾ കുറച്ച് ലെങ്തിൽ വേണം എടുക്കാൻ. അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ വൈറ്റ് ബീഡ് കൊടുത്തു. വൈറ്റ് ബീഡിന് വരെ ഫ്ലവറാണ്, അക്രാലിക് ഫ്ലവർ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. അത് ക്രിസ്റ്റൽ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ തന്നെ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതിനെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഇത് ട്വിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കണക്റ്റ് ലെങ്തിന് ട്വിസ്റ്റ് ചെയ്യുക. അടുത്ത സൈഡിലേക്ക് ഞാൻ ഓരോ ഇതിലും 6 സ്മോൾ ക്രിസ്റ്റൽസ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ 6 ക്രിസ്റ്റൽ ഇടുന്നു. 6 ക്രിസ്റ്റൽ ഇട്ടിട്ട് അതിന് ഒരു റൗണ്ട് ഷേപ്പിൽ ട്വിസ്റ്റ് ചെയ്ത് ഒരു സൈഡാക്കുന്നു. അങ്ങനെയാണ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടുമ്പോൾ കറണ്ട് പോയി കറണ്ട് വന്ന് അങ്ങനെയാണ് കേട്ടോ. അതിനൊരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാ. അപ്പോൾ ആ സൈഡിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു, ട്വിസ്റ്റ് ചെയ്തു. ഇതുപോലെ അത് നമ്മൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് നിർത്തണം കേട്ടോ. കറക്റ്റ് ആ ഒരു ബീഡ്സ് ടൈറ്റ് ആവുന്നത് വരെ നമ്മൾ നിർത്തണം. ഒത്തിരി ടൈറ്റ് ആക്കണ്ട, കറക്റ്റ് ടൈറ്റ് ആവുന്നവരെ. ഇനി അടുത്ത് നോർമലി നമ്മൾ ചെയ്യുന്ന ഹെയർ വൈൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റും വേണമെങ്കിൽ ഓരോന്ന് കൊടുത്ത് ചെയ്യും. ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ 6 ബീഡ്സ് കൊടുത്തുകൊണ്ട് അടുത്ത് എന്ത് ചെയ്ത് 2 വയറിനെ ഒന്ന് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും 6 ബീഡ്സ് 6 ക്രിസ്റ്റലാണ് കേട്ടോ കൊടുക്കുന്ന. ബീഡ്സിലെ ക്രിസ്റ്റൽസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്കിതിന് പകരം ഒരു സൈഡിൽ ക്രിസ്റ്റൽ കൊടുത്തു, അടുത്ത സൈഡിൽ ഒരു ബീഡ് കൊടുത്തു. ഇതൊക്കെ പലതരത്തിൽ നമുക്ക് മാറ്റി ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു അക്രാലിക് ഫ്ലവർ കൊടുക്കാം. ഇതൊക്കെ പലതരത്തിൽ മാറ്റി ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന്. കാരണം ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും നമുക്ക് വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് മാക്സിമം വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അടുത്ത് വീണ്ടും സൈഡിലേക്കിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തു. കണ്ടോ? ഇനി അടുത്ത് വീണ്ടും അത് ഒരുമിച്ച് 2 വയർ ഒരുമിച്ച് വെച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് വീണ്ടും 6 ബീഡ്സ് ഇട്ട് കൊടുക്കണം. കണ്ടോ? ഒരു ബീഡ്സിൻ്റെ കളർ കുറച്ചൊരു ലൈറ്റ് കളറാണ്, ലൈറ്റ് പിങ്ക് ആണ്. നമുക്കത് ഫ്ലവറിൽ കാണുമ്പോൾ നമുക്കത് ലൈറ്റിൻ്റെ ഇതിൽ പലതരത്തിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് ഓപ്പോസിറ്റ്സ് വീണ്ടും 6 ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. നമുക്ക് എത്ര ലെങ്തിൽ വേണം, ഇപ്പോൾ എന്താ പറയുക, മൊത്തം എത്ര സ്റ്റെപ്പ് വേണമെന്ന് ഉള്ളത് മനസ്സിൽ കണ്ടിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക, അത് ആദ്യം ഒരു ലെയർ ചെയ്ത് നോക്കി ഇത്ര ലെങ്ത് മതി എന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ നമുക്കൊരു 4-5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4-5 ബീഡ്സ് ഒരു ലെയറിൽ ഓരോ സൈഡിൽ കൊടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് സൈഡിൽ 2 സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3ാമത്തെ ചെയ്യുകയാണ്. ഇനി അടുത്ത് വീണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് അടുത്ത സൈഡ് പോയിന്റ്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് നോക്കിയതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ട് നമുക്കിനി ഹെയർ വൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു അവസാനം ഇതിനെ എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് എന്ത് ചെയ്യണം, നമുക്ക് വേറെ ചുറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ അത്രയും ലെങ്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വയറെടുക്കാൻ. കണ്ടോ? ഇനി വീണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത സൈഡിലേക്ക്. ഇനി ഹെയർ വൈൻ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇപ്പോൾ ചെയ്യുന്നില്ലേ, ഇതേ മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അത്രേ ഉള്ളൂ ഹെയർ വൈൻ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഹെയർ ബ്രൂച്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്ത് നിർത്തും. എന്താ പറയുക, ഒരു 4-5 സ്റ്റെപ്പ് 2 സൈഡിലും ബീഡ്സ് കൊടുത്തിട്ട് ഓരോ സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. അത് നിങ്ങൾക്ക് ഇതിപ്പോൾ പറയുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾക്കത് കുറച്ചുകൂടെ കഴിഞ്ഞ് ആ സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാവും കേട്ടോ. ഇതുപോലെ അടുത്ത സൈഡും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. കാരണം ഈ 6 ബീഡ്സാണ്. നിങ്ങൾക്കിനി ഇതിപ്പോൾ സാധാ ബീഡ്സില്ലേ, നമ്മുടെ വൈറ്റ് ബീഡ്സ് കളർ ബീഡ്സിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ബീഡ്സും ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കസ്റ്റമൈസേഷനൊക്കെ ആകുമ്പോൾ നമുക്കൊരു പാറ്റേൺ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ? ഇനി അടുത്ത് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഹെയർ വൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത്, ഇപ്പോൾ ചെയ്തില്ലേ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഇപ്പം ഞാൻ അത്രയും ലെങ്തിൽ ചെയ്ത് നിർത്തില്ലേ, ഇതുപോലെ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഇനി ഞാൻ ഒരു അക്രാലിക് ഫ്ലവർ എടുത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ബീഡിട്ടു എന്ത് ചെയ്ത് അതിനെ വീണ്ടും തിരിച്ചെന്ത് ചെയ്യുക, അതിലേക്ക് എടുത്തു. ഇതുപോലൊരു 4-5 ചെയ്തെടുത്ത് കേട്ടോ ഞാൻ. ഇനി നമുക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള എല്ലാ സെറ്റും ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തെടുക്കണം. എന്നിട്ട് എന്താ പറയുക, 4 mm വയർ എടുത്തു. വയർ ഞാൻ കുറച്ച് ലെങ്തിലെടുത്തിട്ട് അതിനെ 4 ആയിട്ട് മടക്കി. കാരണം ഹെയർ ബ്രൂച്ച് ഇനി അതിലെയാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ,
എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്രൈഡ്സിനൊക്കെ ആയാലും എന്തിനു യൂസ് ചെയ്യുന്നതിനെ ആയാലും സൈഡിൽ നമുക്ക് ഹെയർ പിൻ കൊണ്ട് ടൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അതിനുള്ള ചെയ്യണം. വേണ്ട ഇതുപോലെ അവിടെ ഇങ്ങനെ മടക്കി ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ആ എഡ്ജ് അങ്ങനെ ചെയ്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കി കണ്ടിന്യൂസ് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാം 4 ഇളകി നിൽക്കും, അതുകൊണ്ട് മാത്രം. ഇനി അതിനുശേഷം നമ്മൾ ചെയ്തത് 1 by 1 ആയിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒത്തിരി സമയം എടുക്കില്ല. നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ചെയ്യില്ലേ, അത് ഇങ്ങനെ കുറച്ച് എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവസാനം കമ്പൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ. ഇനി അടുത്ത സൈഡിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ളത് ചെയ്ത് വീഡിയോ എടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ മൊബൈലിൽ ഓൾറെഡി മെമ്മറി കാണില്ല. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് മാക്സിമം ഇതിടാത്തത്. പക്ഷേ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇട്ടത്. കണ്ടോ? ഇനി അടുത്ത സൈഡിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ട്വിസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് അറേഞ്ച് ആയിരിക്കില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? അടുത്ത സൈഡിലേക്ക്. ഇത് പേൾസ് വെച്ചും ചെയ്യാം കേട്ടോ. ബിഗും സ്മോളും പേൾസ്, പിന്നെ അതിൽ തന്നെ സ്റ്റോൺസ് വെച്ച് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാറുമുണ്ട്. പക്ഷേ അതൊന്നും ഇനി ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഷോർട്സ് എങ്കിലും ഇടാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഐഡിയ കിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കണ്ടോ? അവിടെ ഞാൻ ഫ്ലവർ കൂടെ ടൈ ചെയ്ത് കൊടുത്ത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് പോയാൽ മതി കേട്ടോ. നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്യും, എന്നാലും അറേഞ്ച് ചെയ്താൽ നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ചേർന്നൊക്കെ പോകും കേട്ടോ. അടുത്ത സൈഡിൽ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ? ഇനി അത് ഈ പ്രോസസ്സ് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കണ്ടോ? ഈ കറക്റ്റ് വരുത്. ഇനി ഞാൻ ഏകദേശം അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയേ. ഓരോ സെറ്റും 2 സൈഡും കൊടുക്കുക, സെൻറ്ററിൽ ഒരു ഫ്ലവർ കൊടുക്കുക, വീണ്ടും 2 സൈഡും കൊടുക്കുക ചെയ്യുക. അവസാനം നമ്മൾ ചെയ്ത് നിർത്തുമ്പോൾ ഇതുപോലെ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലെങ്ത് വേണം. ലെങ്ത് ഉണ്ടായിരുന്നാൽ മാത്രമേ ലാസ്റ്റ് എഡ്ജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെയും ഇങ്ങനെ മടക്കി നിർത്തണം. കാരണം എന്നാലേ 2 സൈഡും ഈ ബ്രൈഡ്സിനൊക്കെ വയ്ക്കുമ്പോൾ ഹെയർ പിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് നോക്കി, അടുത്ത സൈഡ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് നമുക്ക് എത്ര ലെങ്ത് ഉണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ഒന്ന് അവിടെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് മടക്കി വെക്കണം കേട്ടോ. സർക്കിൾ ഷേപ്പിൽ അവിടെ ഒന്ന് ഒരു ഹോൾ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രൂച്ച് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് തിക്നെസ്സിലെടുക്കുന്നത്. നമുക്കിതിൽ പിന്ന് ചെയ്ത് 2 സൈഡിൽ നിർത്താം. നോക്കിയേ. ഇനി ഇതിനെല്ലാം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ആ ഓർഡറിൽ ഒന്ന് 2 സൈഡിലേക്കും എല്ലാം ആ വിടർത്തിയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.